40 വയസ്സിൽ താഴെയുള്ള യുവജനങ്ങൾ മരിച്ചു വീഴുന്നത് എന്തുകൊണ്ട്? കോവിഡ് മഹാമാരിക്ക് ശേഷം ഒരുപക്ഷെ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യാതൊരു കുഴപ്പവുമില്ലാതെ ഓടി നടന്ന ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു, അതും ചെറുപ്പക്കാർ. ഇത്തരം കുഴഞ്ഞു വീണ് മരണങ്ങളൊന്നും മാധ്യമ വാർത്തയാകാതെ പോകുന്നതിനാൽ അത്തരം മരണങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല, അത്തരം മരണങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. വളരെ ചെറുപ്പക്കാരായ സ്ത്രീകളും ഈ ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുന്നു. ഞങ്ങളിത് ശ്രദ്ധിക്കുവാൻ കാരണം കോവിഡ് വാക്സിൻ എടുത്തവരിൽ കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുന്നവരുടെ വിവരം രേഖപ്പെടുത്തുവാൻ തക്ക രീതിയിലുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിൽ വരുന്ന ചെറുപ്പക്കാരായവരുടെ മരണവിവരങ്ങൾ കണ്ടാണ് ഇപ്രകാരം ഒരു ചിന്ത പങ്കുവെക്കണം എന്ന തോന്നൽ എനിക്കുണ്ടാകുന്നത്. ഇപ്രകാരം മരണം സംഭവിക്കുന്നവർക്ക് മറ്റു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതിൽ പലരും മരിച്ചത് പതിവായി ചെയ്യാത്ത അല്പം ആയാസമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുമ്പോഴോ ചെയ്തതിന് ശേഷമോ ആണ് ഇത്തരം മരണങ്ങൾ സംഭവിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. പത്രങ്ങളുടെ ലോക്കൽ ചരമ പേജുകളിൽ ഒതുങ്ങുന്ന ഇത്തരം മരണ വാർത്തകൾ ആരും കാര്യമായി എടുക്കുന്നില്ല. സമയമായപ്പോൾ പോയി എന്ന് അവരുടെ വീട്ടുകാരും നെടുവീർപ്പിടുന്നു. കോവിഡ് വാക്സിൻ എടുത്തവരിൽ സമാനമായ മരണങ്ങൾ ഉണ്ടാകുന്നവരുടെ ഡേറ്റ എടുക്കേണ്ടതും അവ അനലൈസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇത്രയും മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇത്തരം മരണങ്ങളെ പഠന വിഷയമാക്കണമെന്ന ഒരു ആവശ്യകത ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഈ ചിന്തയോട് ഏതാണ്ട് സമാനമായ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രേക്ഷകൻ ജോർജ് തോമസ് അയച്ചെന്ന സന്ദേശം കേൾക്കുക. ഞാൻ കുവൈറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാറ് ചെയ്തു പോകുന്ന റിപ്പോർട്ടുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിൽ അതൊരു വലിയൊരു മുന്നേറ്റമായിരിക്കും. ഇതിൻ്റെ അത് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നുമല്ല, നമ്മളെ എല്ലാവരും കൂടി ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാകാനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു പാർട്ട് സാറാകുന്നു. സാറിൻ്റെ കയ്യിലൊരു നല്ല ചാനൽ ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഞാൻ ന്യൂസുകളെല്ലാം കാണാറുണ്ട്. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2024 യൂട്യൂബിലെ ഫ്യൂണറൽ സെറിമണി എടുത്ത് നോക്കിയാൽ കേരളത്തിൽ ഇത്രയും ചെറുപ്പക്കാരായിട്ടുള്ള ലേഡീസ് മരിച്ച ഒരു വർഷമില്ല. ഫ്യൂണറിൻ്റെ ലൈവ് ടെലികാസ്റ്റ് കാണുമ്പോൾ അതും നല്ല വെല്ലോ ഫാമിലിയിലുള്ള ഫ്യൂണറലാണ്. ഒരു 30-നും 40-നും ഇടയ്ക്കുള്ള ഒരുപാട് സഹോദരിമാർ 2024 ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ്, ഞാനിത് കാണുമ്പോൾ ചോദിക്കും, അവരെങ്ങനെ മരിച്ചുപോയി? ഇത്രയും പൈസ ഒക്കെ ഉള്ള ഒരു വീട്ടുകാരുടെ ഫ്യൂണറൽ കാണുമ്പോൾ മന്ത്രകൂടിയൊക്കെ പൊതിച്ച് കിടക്കുന്നു, ഹസ്ബൻഡുണ്ട്, പിള്ളേർ 1-2 പേര് കാണും. ഈ സഹോദരിമാരുടെ യാത്ര ഞാൻ ഫ്യൂണറൽ സർവീസ് ലൈവ് ടെലികാസ്റ്റ് വരുന്നത് കാണാറില്ല. ഒരെണ്ണം എന്നോ കണ്ടതുകൊണ്ട് ഇങ്ങനെ എനിക്ക് പിന്നെയും നമുക്കറിയാമല്ലോ യൂട്യൂബിൻ്റെ അകത്ത് അത് തന്നെ പിന്നെയും കയറി വരുന്നത് കൊണ്ട് ഞാനത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അവർ അസുഖമായിട്ട് മരിച്ചു പോയതായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കിടക്കുന്നു, എന്തുകൊണ്ട് ഇത്രയും ചെറുപ്പക്കാർ പെണ്ണുങ്ങൾ മരിച്ചു പോകുന്നു? അപ്പോൾ ഒരു പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പോലും ഒരു ഡെത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനാലിസിസ്, ഒരു സ്റ്റഡി സർവേ നടത്തി ഓക്കെ അസുഖം കൊണ്ടാണെങ്കിൽ നമ്മൾ അതിനുള്ള റെമഡി കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ബോധവൽക്കരിക്കുക. അല്ലാതെ മറ്റെന്തെങ്കിലും വിഷയമാണോ ഇതിനുള്ളതെന്ന് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഒരുപാട് പേര് 2024 വർഷം യങ്ങായിട്ടുള്ള ലേഡീസ്, അതായത് നല്ല ഹെൽത്തി ഫാമിലിയിലെ ആൾക്കാരെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. അത് നോർമലായിട്ടുള്ള ഫ്യൂണറലും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു വിവാദവും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് തലത്തിലും മിനിസ്ട്രി തലത്തിലും ഒക്കെ ആണെങ്കിൽ ഈ മരിച്ചവരുടെ ഒരു ഡേറ്റ എടുക്കുവോ, ഇത്ര ഏജിനകം ഇത്ര ഏജിൻ്റെ അകത്ത് മരിച്ചു പോയവർ, ഏജായിട്ട് പ്രായമായിട്ട് മരിച്ചു പോയവരെ അങ്ങോട്ട് മാറ്റി നിർത്താം. ഓക്കെ അവർ നമുക്ക് വാർദ്ധക്യത്തിൽ മരിച്ചു പോയതാണെന്ന് പറയാം. ഈ യങ് ജനറേഷൻ മരിച്ചു പോകുന്നതിൻ്റെ ഡീറ്റെയിൽ എന്താണ്? നമ്മുടെ ഇപ്പം ആരോഗ്യമന്ത്രിയോട് ചോദിച്ചാൽ പോലും അറിയത്തില്ല. അവർക്ക് ഒരു ഡേറ്റ കൊടുക്കാൻ കാണത്തില്ല. ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, സിസ്റ്റം ഒക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് മരിച്ചു? ഓരോരുത്തരുടെയും ഡെത്തിനൊരു കോസ് കാണുമല്ലോ. അതെല്ലാം കൂടെ എടുത്ത് ഒരു ഡേറ്റ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ഈ മരണം നടന്നിരിക്കുന്നതെന്ന്. ഒരു 50 വയസ്സിൽ താഴെ മരിക്കുന്നവരുടെ, അല്ലെങ്കിൽ ഒരു കൊച്ചു ഇൻഫാൻ്റ് അസുഖമായിട്ട് ബൈ ബർത്തിൽ മരിക്കുന്നു, അല്ലെങ്കിൽ ബർത്ത് ഡിസീസ് കൊണ്ട് അസുഖം കൊണ്ട് മരിക്കുന്നതോ മാറ്റി നിർത്തിയിട്ട്
അല്ലാതെ മരിക്കുന്നവരുടെ ഒരു ഡേറ്റ എടുത്തിട്ട് അനാലിസിസ് നടത്തിയിട്ട് എന്തുകൊണ്ടാണ് അവർ മരിച്ചത്, അസുഖമാണെങ്കിൽ അതിനുള്ള പ്രതിവിധി നമ്മൾ എന്താണ് ജനങ്ങളെ ബോധവൽക്കരിക്കുകയോ, ഫുഡ് ഹാബിറ്റ് ആണോ അതോ ജീവിതചര്യ കൊണ്ടാണോ അതിനൊരു ബോധവൽക്കരണം കൊടുക്കുക. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മരിച്ചു പോയതാണെങ്കിൽ അത് കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ഡേറ്റ അനാലിസിസ് ഒന്നും നടക്കുന്നില്ല. എല്ലാവരും തിരക്കാണ്. ഇന്ന് കാണുന്ന മന്ത്രി തിരുവനന്തപുരത്താണ്, നാളെ അയാൾ മലപ്പുറത്തായിരിക്കും, പിന്നെ നാളെ കഴിഞ്ഞ് എറണാകുളത്തായിരിക്കും. ഇവനൊക്കെ ഈ ഓട്ടമാണ്. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് 3 മണിക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ വരും. പൊതുജനം ഇങ്ങനെ നോക്കി നിൽക്കും. എന്തെങ്കിലും വായി തോന്നുന്നു വിടുവായിത്തരം വിളിച്ച് പറയും. അത് കേട്ട് കുറേ എണ്ണം ഊളകൾ കൈയടിക്കും. അതൊക്കെ അല്ലാതെ എന്താ നടക്കുന്നത്? ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് പ്രവർത്തനമാണ് ഇവരൊക്കെ ചെയ്യുന്നത്? ഈ ഡെത്തൊക്കെ നമ്മൾ സർവേ നടത്തേണ്ടതും അനാലിസിസ് നടത്തേണ്ടതും ഒക്കെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റോഡ് ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായി കൊണ്ടുവന്നു അടക്കി പരിപാടി കഴിഞ്ഞു. അല്ലാതെ അതിൻ്റെ റീസൺ എന്തോ ആണെന്നോ അതിനെ എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യേണ്ടതാണ് റെക്ടിഫൈ ചെയ്യാനുള്ളതോ മാർഗങ്ങളൊന്നും നോക്കുന്നില്ല. ഇതെല്ലാം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരുപാടുണ്ട്. പക്ഷെ ഇവരാരും രാഷ്ട്രീയക്കാരോ മതമോ ഒന്നും ചെയ്യുകയില്ല. സാറ് ഈ മതത്തിൻ്റെ പേരിലൊക്കെ എന്തുമാത്രം പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ കുറേ പേര് വിമർശിക്കും, കുറേ പേര് കാണും എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്തൊന്നും നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഒരിടത്തും ഒന്നിനും നമ്മൾ ഉണ്ടാകുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള നടപടി സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഡെത്തിൻ്റെ ഒരു സർവേ അനാലിസിസ് നടത്തണം. പിന്നെ അതുപോലെ തന്നെ ഈ റോഡ് ആക്സിഡൻറ്റ് അതിൻ്റെ ഒരു സർവേ നടത്തി അതിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ, റോഡുകൾ റിപ്പയർ ചെയ്ത് റെക്ടിഫൈ ചെയ്യേണ്ടതാണെങ്കിൽ റെക്ടിഫൈ ചെയ്യണം. ചില വളവുകളിൽ എത്രയോ പേര് ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നുണ്ട്. 10ഉം 50ഉം 60ഉം ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടുകളുണ്ട്. അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് ഡയറക്ഷൻ മാറ്റാനോ ഒന്നും ആർക്കും സമയമില്ല. നമ്മുടെ ഈ മതവും രാഷ്ട്രീയവും രണ്ടും വെറും വേസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ആരെ കൊണ്ട് പറ്റും, ഒരു പിടിയുമില്ല. കുറച്ച് മുന്നേറ്റങ്ങൾ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് നേരത്തെ തൊട്ടേ നടത്തുന്നുണ്ട്. എന്നാലും അതിനൊരു ചലനമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതിന് എന്തോ ഒരു ബേസായിട്ട് നമ്മൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം നമ്മൾ ലീഡിങ് ചാനലുകൾ കുറേ ചിലവുകളാന്ന് കുറേ ചർച്ചകൾ ഉള്ളതല്ലാതെ അതിനൊന്നും ഒരു സൊല്യൂഷനും ഇല്ല. പിന്നെ കുറച്ച് ചുമ്മാ സമയം പോക്ക് പോലെ ഉടുത്തൊരുങ്ങി വന്ന് കുറച്ച് വേഷം കെട്ടുകൾ എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ ഒരു കാര്യവുമില്ല. 24 മണിക്കൂർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞ കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ കുറേ പേര് ഉടുത്തൊരുങ്ങി വരുന്നു, പുതിയ ഷർട്ട് ഇടുന്നു, പുതിയ പാൻറ് ഇടുന്നു, കുറച്ച് ഹൈടെക് സ്റ്റുഡിയോ ഗ്രാഫിക്സ് കൊണ്ടുണ്ടാക്കിയിട്ട് അത് കാണിക്കുന്നു. അല്ലാതെ ഇവരെന്താ ചെയ്യുന്നത്? ഒന്നും നടക്കുന്നില്ല. വളരെ സങ്കടമുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ പിടിവിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഓരോരോ കാര്യങ്ങൾ കണ്ടും കേട്ടും. അതെ, കോവിഡ് മരണങ്ങളെക്കുറിച്ച് മാത്രമല്ല എല്ലാത്തരം മരണങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഡേറ്റാബേസ് നമുക്ക് ആവശ്യമാണ്. ആ ഡേറ്റ പല ഇൻസൈറ്റ്സും നമുക്ക് നൽകും. ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ ഇതിന് മുൻകൈയെടുക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.